വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന സിനിമ ചൈനയിൽ റിലീസായിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിട്ട് മാറിയ സിനിമ ചൈനയിലും വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. 2 ദിവസം കൊണ്ട് ചൈനീസ് ബോക്സ് ഓഫീസിൽ 20 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ സിനിമയ്ക്ക് ഇപ്പോൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചൈനയിൽ മാത്രം സിനിമയ്ക്ക് 100 കോടിയോളം രൂപ കളക്ഷൻ ഉണ്ടാവാനും സാധ്യതകളുണ്ടെന്ന് ട്രാക്കേഴ്സ് പറയുന്നുണ്ട്. ചൈനീസ് റിലീസിന് പിന്നാലെ സിനിമ ജപ്പാൻ റിലീസിനും ഇപ്പോൾ ഒരുങ്ങുന്നുണ്ട്. ജപ്പാനിൽ സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ടാകുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. ലാലേട്ടൻ്റെ എമ്പുരാൻ സിനിമ ഇപ്പോൾ പാക്കപ്പ് ആയിട്ടുണ്ട്. 14 മാസത്തോളം സിനിമയുടെ ചിത്രീകരണം ഉണ്ടായിരുന്നു. ഇന്ന് സിനിമയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു പോസ്റ്ററും റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം മാർച്ച് 27-നാണ് എമ്പുരാൻ സിനിമയുടെ റിലീസ്. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഹലോ മമ്മി എന്ന സിനിമയുടെ 9 ദിവസത്തെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. 4,08,00,000 രൂപയാണ് ഇതുവരെ സിനിമ കളക്ഷനായിട്ട് നേടിയത്. തമിഴ് ഹൊറർ വെബ് സീരീസ് ആയ കരുവനം ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ബേസ് ചെയ്ത് പുറത്തിറങ്ങുന്ന ബേസിൽ ജോസഫ് നായകനാകുന്ന പൊന്മാൻ എന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത വർഷം ഫെബ്രുവരി 6-നാണ് ഈ ഒരു സിനിമ റിലീസിനെത്തുന്നത്. തല്ലുമാലയ്ക്ക് ശേഷം നെസ്ലിനെ നായകനാക്കി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുടെ റിലീസ് മാർച്ചിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമയുടെ റിലീസ് പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുമായി ക്ലാഷ് റിലീസ് വരുന്നതിനാലാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ നെക്സ്റ്റ് ഇയർ ഏപ്രിൽ 11-ന് വിഷു റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. അമച്ചർ ബോക്സിംഗ് പ്രമേയമാക്കി ഒരുക്കുന്ന ഈ ഒരു സിനിമ സ്പോർട്സ് കോമഡി ആക്ഷൻ ചിത്രമായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നെസ്ലിനെ കൂടാതെ ലുക്മാൻ അവറാൻ, ഗണപതി, സന്ദീപ് പ്രദീപ്, അനഘ രവി, ഫ്രാങ്കോ ഫ്രാൻസിസ്, ബേബി ജിൻ, ശിവ ഹരിഹരൻ തുടങ്ങിയ താരങ്ങളും സിനിമയിലുണ്ട്. ആലപ്പുഴ ജിംഖാന ഇപ്പോൾ വിഷു റിലീസായപ്പോൾ ഫഹദിൻ്റെ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമ മെയ് റിലീസിലേക്ക് പോയിരിക്കുകയാണ്. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ മെയ് 16-ലേക്കാണ് റിലീസ് നീട്ടിയിരിക്കുന്നത്. തലയുടെ വിടാമുയർച്ചി സിനിമയും ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയും ക്ലാഷ് റിലീസിന് ഒരുങ്ങുന്നു. 2 സിനിമകളും പൊങ്കൽ റിലീസായിട്ട് എത്തുമെന്നാണ് പറയുന്നത്. ഇതുവരെയും ഒരു തീരുമാനത്തിൽ ഈ 2 പ്രൊഡക്ഷൻ ടീമുകളും എത്തിയിട്ടില്ല. മിക്കവാറും തല വേഴ്സസ് തലയായിരിക്കും പൊങ്കലിൽ നമ്മൾ കാണാൻ പോകുന്നത്. അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയും പ്രധാന വേഷത്തിലെത്തിയ ബോഗൻവില്ല എന്ന സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഈ വരുന്ന 13-ാം തീയതി സോണി ലൈവിലൂടെ വിവിധ ഭാഷകളിലായിട്ട് സിനിമ OTT റിലീസ് ചെയ്യും. ബേസിൽ ജോസഫും നസ്രിയും ഒന്നിച്ച സൂക്ഷ്മദർശിനി സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് സിനിമ 35 കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത്. പുഷ്പ 2 സിനിമയിലെ ഫീലിംഗ്സ് സോങ് ഇന്ന് വൈകിട്ട് 6:03-ന് റിലീസ് ചെയ്യും. മലയാളം ലിറിക്സ് അടങ്ങിയ ഫീലിംഗ്സ് സോങ്ങിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഡിസംബർ 5-നാണ് പുഷ്പ 2 സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതുപോലെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. പുഷ്പ 2 സിനിമയുടെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ 35 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓസ്കാർ സ്വപ്നവുമായി ആടുജീവിതം ടീം യാത്ര തുടരുന്നു. ഇന്ത്യയിൽ നിന്നും അടുത്ത ഓസ്കാർ എൻട്രി ആയിരിക്കും ഗോട്ട് ലൈഫ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ബ്ലസ്സിയും സംഘവും നടത്തുന്നുണ്ട്. വിദേശത്തൊരു തിയേറ്ററിലൊരു പ്രീമിയം ഷോ സിനിമയുടെ ടീം നടത്തിയിരുന്നു. അതിനൊക്കെ നല്ല റെസ്പോൺസാണ് വന്നത്. ഡിസംബർ 3-ന് ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് കൂടി സിനിമയുടെ ഭാഗത്തുനിന്ന് ഇനി നടക്കാനുണ്ട്. എന്തായാലും ഓസ്കാർ ലഭിക്കുക എന്നത് വളരെ പണച്ചെലവുള്ളൊരു കാര്യമാണ്. അത് ടൊവിനോയുടെ ആൻ ഓസ്കാർ ഗോസ്റ്റ് എന്ന സിനിമ കണ്ടാലും നമുക്ക് മനസ്സിലാവും. എന്തായാലും ഗോട്ട് ലൈഫ് എന്ന സിനിമ ഓസ്കാർ കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.